CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെ പാർട്ടിക്ക് പരാതി നൽകിയ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ്. ചെന്നൈയിൽ നിന്ന് പിടികൂടിയ ഷർഷാദിനെ വിലങ്ങ് അണിയിച്ച് കൊച്ചിയിലെത്തിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വിലങ്ങോടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. റോഡിലൂടെ നടത്തിച്ചും റോഡ് ഷോ നടത്തിയും ഷർഷാദിന്റെ അറസ്റ്റ് പോലീസ് ആഘോഷമാക്കി. ഷർഷാദ് ഡയറക്ടറായ പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഓഹരി പങ്കാളിത്തവും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് 40 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. കടവന്ത്ര സ്വദേശികളായ 2 പേരാണ് പരാതിക്കാർ. തട്ടിപ്പ് നടത്തിയ ആളെ അറസ്റ്റ് ചെയ്ത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ കൊടും കുറ്റവാളിയെ പോലെ ഒരു വ്യവസായ തർക്കത്തിലെ പ്രതിയെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരനെന്ന് പോലീസും സർക്കാരും CPM ആണയിടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോഴും ഈ ദുര്യോഗമില്ല. പോലീസ് കസ്റ്റഡിയിലെങ്കിലും സുസ്മേരവദനായി നീങ്ങുന്ന പോറ്റിയെ എന്നും മാധ്യമങ്ങളിൽ കാണാം. അറസ്റ്റിലായ മറ്റു ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇന്നുവരെ വിലങ്ങ് അണിയേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷർഷാദിന്റെ കാര്യത്തിൽ പകപോക്കൽ ഉറപ്പിക്കാം. കൊടും കുറ്റവാളികൾ, ജയിൽ ചാട്ടക്കാർ തുടങ്ങി പോലീസിനോ ജയിൽ ഉദ്യോഗസ്ഥർക്കോ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരെയാണ് സാധാരണയായി കസ്റ്റഡിയിൽ വിലങ്ങ് അണിയിക്കാറുള്ളത്. ഇങ്ങനെ പരിശോധിച്ചാൽ പോറ്റിക്ക് അത് വേണമെന്നില്ല. ഇതേ മാനദണ്ഡം ബിസിനസ്സുകാരനായ ഷർഷാദിന് എന്തുകൊണ്ട് ബാധകമായില്ല എന്നതാണ് പ്രസക്തമായ ചോദ്യം. മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലവുമില്ല. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷർഷാദ് PBക്ക് അയച്ച കത്ത് പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു. CPM സഹയാത്രികനായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെയും ആരോപണം ഉയർത്തിയിരുന്നു. ഇതേ തുടർന്ന് പാർട്ടി കോൺഗ്രസിന് പ്രതിനിധിയായി എത്തിയ ഇയാളെ CPM തിരിച്ച് അയക്കുകയും ചെയ്തിരുന്നു. രാജേഷ് കൃഷ്ണ ഇപ്പോഴും CPMന് വേണ്ടപ്പെട്ടവനായി തുടരുമ്പോഴാണ് ആരോപണം ഉന്നയിച്ച ആളുടെ അവസ്ഥ ഈ വിധമായിരിക്കുന്നത്.